സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യൂ. എല്ലാ കൂട്ടുകാർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വെറൈറ്റി വീഡിയോ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ലോക്ക് ആയി കഴിഞ്ഞാൽ ലോക്ക് മറന്നുപോയി നിങ്ങൾ, അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അത് എങ്ങനെ പൊട്ടിക്കും? അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും പിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പിന്ന് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. എന്നിട്ട് നിങ്ങളെ അക്കൗണ്ട് ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ലോക്ക് സ്ക്രീന് ഓണായി വരും. അപ്പോൾ അത് ഇല്ലാത്ത അവസ്ഥയിൽ, അതായത് അത് നിങ്ങൾ മറക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത്തരം നിങ്ങൾക്ക് ഗതികേട് ഉണ്ടാകുന്നത്. നിങ്ങൾ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കും, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് ആവും. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിനായിട്ട് നിങ്ങൾ ആദ്യം പവർ ഓഫ് ചെയ്യുക, നിങ്ങളെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യാം. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് പല കടക്കാർക്കും അറിയുന്നൊരു കാര്യമാണ്, അവർ നിങ്ങളോടും പറയില്ല, ഭയങ്കര സീക്രട്ടായി കൊണ്ടു നടക്കുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വോളിയം അപ്പ് ബട്ടൺ, അതായത് വോളിയം കൂട്ടുന്ന ബട്ടണും, അതുപോലെ പവർ ബട്ടൺ, പിന്നെ സെൻറ്റർ മെനു ബട്ടൺ, ഹോം ബട്ടൺ, ഈ 3 സ്വിച്ചും ഒരുപോലെ ആദ്യം വോളിയം അപ്പ് ബട്ടണും പിന്നെ നടുവിലെ സ്വിച്ചും പിന്നെ പവർ ബട്ടണും കൂടി നിൽക്കുക. അപ്പോൾ നിങ്ങളെ ഫോണിൻ്റെ ലോഗോ വരുന്നത് വരെ നിൽക്കുക. ഇതിൻ്റെ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്, സാംസങ് ഗാലക്സി എന്ന് പറഞ്ഞിട്ട്. അതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണുക, ഒരു ആൻഡ്രോയിഡിൻ്റെ ലോഗോ. ശേഷം ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. റിബൂട്ട് സിസ്റ്റം, അതുപോലെ ഒരു കമാൻഡ് പ്രോംപ്റ്റോ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ കമ്പ്യൂട്ടറിൽ, അതുപോലെ ആയിരിക്കും നിങ്ങൾക്കിത് കാണാൻ സാധിക്കുക. അതിൽ വളരെ എളുപ്പമാണ്. നിങ്ങൾക്കിതിൽ ഒരുപാട് ഓപ്ഷൻ കാണും. അവിടെ വൈപ്പ് കേച്ച്, വൈപ്പ് അപ്ഡേറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതിൽ വൈപ്പ് ഡാറ്റ ഓർ ഫാക്ടറി റിസെറ്റ് എന്ന് എടുക്കുക. അത് സെലക്ട് ചെയ്യാൻ അവിടെ സ്ക്രീനിൽ തൊട്ടാവില്ല. സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ പവർ ബട്ടണ് ഒരട്ടം നിൽക്കുക, ഒരൊറ്റ നിൽക്കരുത്, നെക്കി പിടിക്കരുത്, ഒരട്ടം നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സ്ക്രീൻ വരും. അതിൽ നിങ്ങൾ വീണ്ടും നിങ്ങളെ വോളിയം അപ്പ് ബട്ടണോ അതോ ഡൗൺ ബട്ടണോ ഉപയോഗിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അടിയിലേക്ക് കൊണ്ടുവരിക. അതിൽ യെസ് ഡിലീറ്റ് ആൾ എന്നടിക്കുക. ഡിലീറ്റ് ആൾ എന്നടിച്ചു കഴിഞ്ഞാൽ അതിൽ പവർ ബട്ടൺ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വൈപ്പിംഗ് ഡാറ്റ, ഫോർമാറ്റിംഗ് ഡാറ്റ, ഫോർമാറ്റിംഗ് കേച്ച്, ഡാറ്റ വൈപ്പ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞു വരും. അപ്പോൾ നിങ്ങളെ ലോക്ക് ഇപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വീണ്ടും ഇപ്പോൾ മുകളിൽ വേറെ റിബൂട്ട് സിസ്റ്റം നൗ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പവർ ബട്ടൺ നിൽക്കുക. അപ്പോൾ നിങ്ങളെ ഫോൺ റീസ്റ്റാർട്ടായി വരും. റീസ്റ്റാർട്ടായി വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും, കാരണം ലോക്ക് പൊട്ടിച്ച് വരികയാണ്, കുറച്ച് ടൈം എടുക്കും. അതായത് 1-2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഓണാവും. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കടക്കാർക്ക് കൊടുത്താൽ അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് ചിലപ്പോൾ 200 രൂപ 300 രൂപ അത് സോഫ്റ്റ്വെയർ ചെയ്തു എന്നൊക്കെ പറയാം. കാരണം അവരൊക്കെ ചെയ്യുന്നതും ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവർക്ക് കൊണ്ടുപോയി കൊടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇത് ഉപയോഗിക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ഓണാകും. അപ്പോൾ നിങ്ങളെ ഫോണിലെ എല്ലാ ഡീറ്റെയിൽസും ഡിലീറ്റ് ആയിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾക്കിപ്പോൾ പുതിയൊരു മൊബൈൽ കിട്ടിയാൽ എങ്ങനെയായിരിക്കും അതുപോലെ അതിനിപ്പോൾ കാണാൻ സാധിക്കും. നിങ്ങളെ ലാംഗ്വേജ് വേണമെങ്കിൽ മാറ്റാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ സെലക്ട് ചെയ്യാം. അതിനെല്ലാത്തിനും നെക്സ്റ്റ്, എല്ലാത്തിനും കൺഫേം കൊടുക്കുക, സ്കിപ്പ് അടിക്കുക, നെക്സ്റ്റ്, ടൈമൊക്കെ കറക്റ്റായി എൻ്റർ ചെയ്യുക. അത്യാവശ്യം ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിലെല്ലാം കൊടുക്കുക. അക്കൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കിതിൽ ഒരുപാട് അക്കൗണ്ട് ഉണ്ടാക്കണമെന്നൊക്കെ ചോദിച്ചു വരും. ഒക്കെ കഴിഞ്ഞ ശേഷം ഫിനിഷ് എന്ന് ക്ലിക്ക് ചെയ്യാം.
നിങ്ങൾ ഒരു പുതിയ ഫോണായി വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ലോക്കില്ല, ഒന്നുമില്ല. നമുക്ക് ലോക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ലോക്കില്ല. അപ്പോൾ സ്വൈപ്പ് ലോക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും